മൊഴി നൽകാൻ പെൺകുട്ടികൾക്ക് ഭയമുണ്ട്. അതുകൊണ്ട് തന്നെ മൊഴി നൽകാൻ പെൺകുട്ടികൾ തയ്യാറാകുന്നില്ല എന്നാണ് പ്രോസിക്യൂഷൻ എന്തായാലും കോടതിയെ അറിയിച്ചിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിന് ജാമ്യം കിട്ടിയ കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമായിരിക്കുമല്ലോ അല്ലെ? ഇന്ന് രാവിലെ മുതൽക്കേ നമ്മുടെ മെയിൻ സ്ട്രീം ചാനലുകാർ മുറുകെ പിടിച്ചിരിക്കുന്ന ഒരു വിഷയമാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ. ഡിപ്പോർട്ടർ ചാനലിൽ മാത്രം എന്താ നടക്കുന്നത് ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ, എനിക്ക് താല്പര്യമില്ല. ബാക്കി മാതൃഭൂമി ന്യൂസ് ആയിക്കോട്ടെ, ഏഷ്യാനെറ്റ് ന്യൂസ് ആയിക്കോട്ടെ, 24 ആയിക്കോട്ടെ, അവിടെയൊക്കെ നമ്മുടെ മാങ്കൂട്ടത്തിലിന് ജാമ്യം കിട്ടിയതിനെ പറ്റിയിട്ടുള്ള വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്, ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. ഞാനിപ്പോൾ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഈ രാഹുൽ മാങ്കൂട്ടത്തിലിന് ജാമ്യമല്ല സത്യം പറഞ്ഞാൽ കിട്ടേണ്ടത്, പുള്ളിയെ കുറ്റവിമുക്തനാക്കി അങ്ങ് വിടണവരെ. അതാണ് സത്യം പറഞ്ഞാൽ ചെയ്യേണ്ടത്. ഇപ്പോൾ കുറേ ആളുകൾ ഓടിച്ചാടി കമന്റ് ബോക്സിലേക്ക് വരും, ഇവിടെ നീ മാങ്കൂട്ടത്തിലിനെ വെളുപ്പിക്കാനിരിക്കുകയാണല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആൾക്കാർ വരും. നിനക്ക് വേറെ പണിയില്ലേടാ? അങ്ങനെ പറയുന്നവരോടാണ് ഒരൊറ്റ ചോദ്യം. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. എന്നെ ഉദാഹരണം വെച്ച് ഞാൻ അങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാം. എനിക്കൊരു പെൺകുട്ടിയായിട്ട് ഒരു 4-5 വർഷമായിട്ട് ഒരു റിലേഷൻ ഉണ്ട്. ഓക്കെ, ഈ 4-5 വർഷത്തിനിടയ്ക്ക് ഞങ്ങൾ പലയിടത്തും കറങ്ങിയിട്ടുണ്ടാവുമായിരിക്കും, പല പരിപാടികൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സറിഞ്ഞുകൊണ്ടായിരിക്കും ഈ പല പരിപാടികളെല്ലാം ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്. എന്നാൽ ഒരു 4-5 വർഷത്തിന് ശേഷം ഞാൻ ആ പെൺകുട്ടിയോട് പറയുകയാണ്, നമുക്കിത് നിർത്താം, ഇതിന് മുന്നോട്ട് പോയാൽ ശരിയാവത്തില്ല, നമുക്ക് നിർത്തിയേക്കാം. എന്നിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക, ഇതാ ഇങ്ങനെയാണ് പ്രശ്നം, അങ്ങനെയാവും ഇങ്ങനെയാവും എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. ആ പെൺകുട്ടിയും ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യും, ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ എന്താണെങ്കിലും ഒന്നിച്ച് നിന്ന് ഒരുപോലെ ഒരേ മനസ്സിൽ ചെയ്ത പല കാര്യങ്ങൾ കുറച്ച് കഴിഞ്ഞ് ഇത് വേണ്ട എന്ന് വെച്ച് കഴിയുമ്പോഴത്തേക്ക് പെൺകുട്ടിയും ചിലപ്പോൾ മനസ്സിലാക്കി അങ്ങ് പോകും. ഇതിനിടയ്ക്ക് ചിലപ്പോൾ മൂന്നാമതൊരുത്തൻ ചാടിക്കേറി വരും. ഓക്കെ, പ്രത്യേകിച്ച് എൻ്റെ ഏതെങ്കിലും ഒരു ശത്രുവോ ഏതെങ്കിലും ഒരുത്തൻ ചാടിക്കേറി ഇതിൻ്റെ ഇടയ്ക്കോട്ട് വീഴും. എന്നിട്ട് ആ പെൺകുട്ടിയെ ചെന്ന് മുട്ടും. എന്നിട്ട് പറഞ്ഞ് അവൻ നിന്നെ തേച്ചില്ലേ, അവൻ അവിടെ പരിപാടിയില്ലേ, അവൻ ഇവിടെ പരിപാടിയില്ലേ, നമുക്ക് അവനെ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് ഈ പെൺകുട്ടിയെ അങ്ങോട്ട് ട്രിഗർ ചെയ്യും. എന്നിട്ട് അവളെ കൊണ്ടുപോയി കേസ് കൊടുപ്പിക്കും. പിടികിട്ടിയോ നിങ്ങൾക്ക്? ഇവിടെ ആ പരിപാടിയല്ലേ നടന്നിരിക്കുന്നത്. എൻ്റെ ഒരു സംശയമാണ്, മാങ്കൂട്ടത്തിൽ അത്ര വലിയ പുണ്യാളാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, നല്ല അസാധ കോഴിയാണേ. അത് വേറെ കാര്യം, അതൊക്കെ തെളിഞ്ഞു കഴിഞ്ഞതാ. അണ്ണൻ തന്നെ പറയുന്നുണ്ട്, എനിക്ക് ബന്ധമുണ്ടായിരുന്നു, എനിക്ക് ഇവരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു, എനിക്ക് അവരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു പറയുന്നുണ്ട്. മനസ്സിലായോ? പുള്ളി അതൊന്നും നിഷേധിക്കുന്നില്ല. അതിനകത്തൊന്നും എനിക്ക് മനസ്സിലായൊരു കാര്യമാണ്, അസാധാ കോഴിയാണ് പുള്ളി. പക്ഷേ ഈ കേസുകളിലൊക്കെ പുള്ളി എന്തോ ചെയ്തു എന്നും പറഞ്ഞാണല്ലോ ഇവരെ വാക്ക്. ഞാൻ ആ വാക്ക് പറയുന്നില്ല, പണിയാ, അതുകൊണ്ടാണ് പറയാത്തത്. അപ്പോൾ ന്യൂസ് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ അതിനകത്ത് ആ വാക്ക് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കേൾക്കാം. അപ്പോൾ പുള്ളി ആ ചെയ്തു എന്ന് പറയുന്ന കാര്യം അത് ചെയ്തതിന് ശേഷവും, അല്ലെങ്കിൽ പുള്ളി അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞതിന് ശേഷവും ഇവരൊക്കെ ഈ പുള്ളിയെ വിളിക്കാനും ഈ പുള്ളിയുടെ പുറകെ നടന്നിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ പിന്നെ എന്താണ് ആ കേസിന്റെ ഒരു അർത്ഥം എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഏതെങ്കിലും ഒരുത്തനെ ഇല്ലാതാക്കണമെങ്കിൽ നേരെ അപ്പം കൊണ്ടുപോയി ഈ കേസം കൊടുക്കുക. സോ ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല, ഒരിക്കലും. കാരണം അതിനോടൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ നാളെ എനിക്കോ നിങ്ങൾക്കോ ഒക്കെ ഇതേപോലുള്ളൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ഇവിടെ ഒരു രാഷ്ട്രീയക്കാരനായിട്ട് ഇത്രയായിട്ട് വലിപ്പിക്കുന്നു, നമ്മളൊക്കെ ആണെങ്കിൽ ഒന്നും അറിയത്തില്ല, ഉള്ളേ കിടക്കേണ്ടി വരും ബാക്കിയുള്ള കാലം. മനസ്സിലായോ? നമ്മളൊന്നും ചെയ്തു പോലും കാണത്തില്ല. നമ്മുടെ കൂടെ ഒരാൾ നിന്ന് ഒരു പാർട്ണർ ഉണ്ടായിരുന്നു, ആ പാർട്ണറുമായിട്ട് നമ്മൾ പലതും ചെയ്തു. കുറച്ച് കഴിഞ്ഞത് വേണ്ടാന്ന് പറയുമ്പോഴത്തേക്ക് ആ പാർട്ണർ നേരെ കൊണ്ടുപോയി നമ്മളെ അകത്ത് കിടത്താനുള്ള പരിപാടി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അതിനോട് യോജിക്കാൻ പറ്റില്ല. മനസ്സിലായോ? ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഉപദ്രവിക്കണം ആ വ്യക്തിയെ. ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പരാതിക്കാരികളെയൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ട്, മൃഗീയമായി അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട്, അവൻ ഇങ്ങനെ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട്, മാനസികമായിട്ട് അവരെ തകർത്തിട്ടുണ്ട്, അവരെ ഇല്ലാതെ ആക്കിയിട്ടുണ്ട്, അവരുടെ ജീവിതം, അവർക്ക് മുന്നോട്ടുള്ള ജീവിതം ഇല്ലാതെ ആക്കിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഓക്കെ, എന്തെങ്കിലുമൊക്കെ കേസ് കൊണ്ട് കൊടുക്കുന്നതിനകത്തൊരു ന്യായമുണ്ട്. ഇവിടെ പക്ഷെ എനിക്കതൊന്നും തോന്നിയിട്ടില്ല. ഇവിടെ വേറെ ചില പാർട്ടിക്കാർക്ക് രക്ഷപ്പെടാൻ വേണ്ടി മാങ്കൂട്ടത്തിൽ മുന്നേ നീ ഇവിടെ നിൽക്കടാ പിടിച്ചു നിർത്തി ഇടയ്ക്കിടയ്ക്ക് എവിടെങ്കിലുമൊക്കെ വേറെ എന്തെങ്കിലും സ്വർണ്ണക്കൊള്ളയാ മറ്റേതാ ശബരിമലയിലെ കേസോ എന്തെങ്കിലുമൊക്കെ ഒന്ന് പൊങ്ങി വരുമ്പോൾ നേരെ മാങ്കൂട്ടത്തിൽ. എനിക്ക് അങ്ങനെയാണ് തോന്നിയിരിക്കുന്നത്. എന്താണെങ്കിലും നിങ്ങൾ ഈ വാർത്ത ഇത് കോടതിക്ക് പോലും തോന്നി തുടങ്ങി, അതാണ് സത്യം. മനസ്സിലായോ? നമ്മളെങ്കിലും ഒക്കെ ഇതൊന്ന് മനസ്സിലാക്കണം. കോടതിക്ക് മനസ്സിലായ സ്ഥിതിക്ക് ഇനിയെങ്കിലും നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. അതായത് ഒന്ന് കേട്ടോ, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായ ആദ്യ കേസിൽ നിർണായക നിരീക്ഷണവുമായി ഹൈക്കോടതി. കേസ് രേഖയിൽ പ്രകാരം ഉഭയസമ്മതപ്രകാരമായ ലൈംഗിക ബന്ധമെന്ന് കോടതി. ധാർമ്മികമായി എന്താണ് തെറ്റെന്ന് കോടതി. ഒരു തവണ ബലപ്രയോഗത്തിലൂടെ ലൈംഗിക ബന്ധം നടത്തിയെന്നത് കേസ് മുഴുവനായും പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നില്ല. നഗ്നദൃശ്യങ്ങൾ പകർത്തിയെങ്കിൽ അത് വേറെ കേസായി മാത്രമേ കാണാനാകൂ എന്നും ഹൈക്കോടതി വിലയിരുത്തുകയാണ്. ബിനിൽ ചേരുന്നുണ്ട്. തീർച്ചയായും പ്രതീക്ഷ, സുപ്രീം കോടതിയുടെ മുൻ ഉത്തരവുകളുടെ അടിസ്ഥാനത്തിലുള്ള ചില വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളാണ് ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആദ്യ കേസുമായി ബന്ധപ്പെട്ട
ഹൈക്കോടതിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കേസിലാണ് സെഷൻസ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം നിഷേധിച്ചത് എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ ഹർജിയാണ് ഇപ്പോൾ ഹൈക്കോടതി പരിഗണിക്കുന്നത്. ആ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ സുപ്രധാനമായ നിരീക്ഷണങ്ങൾ വരുന്നത്. അതായത് ഈ കേസ് മൊത്തത്തിൽ പരിശോധിച്ചാൽ ഇത് ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധം മാത്രമാണ് എന്നതാണ് ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് പലതവണയായി ഇവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. ആദ്യഘട്ടത്തിലൊക്കെ അത് ഉഭയസമ്മത പ്രകാരമാണ് എന്നത് മൊഴിയിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നു. ഒരു തവണ, അതായത് ഈ കേസ് പ്രകാരമാണെങ്കിൽ ഒരു മാർച്ച് 17 നടന്ന അത് ബലാത്കാരമായിട്ടുള്ള ലൈംഗിക ബന്ധമാണ് എന്നതാണ് പറയുന്നത്. അന്നാണ് ഈ നഗ്ന ദൃശ്യങ്ങളൊക്കെ പകർത്തിയെന്ന ആരോപണമുള്ളത്. കോടതി പറയുന്നത് ഈ നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയെന്ന അത് മറ്റൊരു കേസാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരു കേസാണ്. ഈ റേപ്പിന്റെ സ്വഭാവത്തിലേക്ക് ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ആരോപിക്കുന്ന മാർച്ച് 17 ശേഷം ഈ പരാതിക്കാരിയെ പിന്നീട് പാലക്കാട് പോയി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫ്ളാറ്റിൽ 2 ദിവസം താമസിച്ചിട്ടുണ്ട്. അപ്പോൾ കേട്ടല്ലോ നിങ്ങള്, പാലക്കാടിന്റെ ഫ്ളാറ്റിൽ നിന്ന് പാലക്കാട്ടെ മാങ്കൂട്ടത്തിലിന്റെ ഫ്ളാറ്റിൽ പോയി താമസിച്ചിട്ടുണ്ട്. ഓക്കെ, അതിനൊക്കെ മുമ്പാണ് പുള്ളി എന്തോ ചെയ്തെന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ പുള്ളി ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ്, പിന്നെ ആരെങ്കിലും ഒരാൾ പിന്നെ പുള്ളിയുടെ പുറകെ പോവുകയോടെ പുള്ളി താമസിക്കുന്ന സ്ഥലത്തേക്കൊക്കെ പോവുമോ? അല്ലെങ്കിൽ പുള്ളിയെ തേടി ഇപ്പം മൂന്നാമത് വന്നതോ രണ്ടാമത് വന്നതോ ഒക്കെ ഒരാൾക്കാരുണ്ടല്ലോ, പല ആൾക്കാരുണ്ട്, നമ്മൾ ആരുടെ പേരോ ഒന്നും പറയുന്നില്ല, എൻ്റെ പൊന്നെ വേണ്ട. പക്ഷെ ചില ആളുകൾ പറയുന്നുണ്ടല്ലോ, ഈ ഓഫീസിലേക്ക് ചെന്നു, അവിടെ ചെന്നു, ഇവിടെ ചെന്നു, പല വോയിസുകൾ പുറത്ത് വന്നല്ലോ, ചാറ്റുകൾ പുറത്ത് വന്നല്ലോ. അതൊന്നും ആർക്കും കാണണ്ട, അതൊക്കെ മുക്കി കളഞ്ഞടേ. എന്തെങ്കിലും ഒന്ന് പുറത്ത് വിട്ടാൽ ഉടനെ പുറത്ത് വിടുന്നവന്റെ പുറത്ത് കേസാ. അത് എവിടുത്തെ നിയമം എനിക്ക് മനസ്സിലാവാത്ത, അത് എവിടുത്തെ നടപടിയാണ്? ഇവിടെ ഇര എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നത് ഇവിടുത്തെ ഇര സത്യം പറഞ്ഞാൽ മാങ്കൂട്ടത്തിലാണ്. ആർക്കൊക്കെയോ മാങ്കൂട്ടത്തിലിനെ ഇല്ലാതെയാക്കണം, അവനെ വെച്ചുകൊണ്ട് ഞങ്ങളുടെ പേരിലുള്ള ഞങ്ങൾക്കെതിരെ വരുന്ന പല വിമർശനങ്ങളും അങ്ങ് മൂക്കിക്കളയണം. അത് നോക്കി മാത്രം ചില ആളുകൾ ഇവിടെ കളിക്കുന്നു. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമന്റ് ബോക്സിൽ പറയണേ. നമുക്ക് ബാക്കി കുറച്ചുകൂടി ഒന്ന് കേൾക്കാം. ആ കേസ് ഏതെങ്കിലും ഇവർ തമ്മിൽ പലതവണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അതിനിടയിൽ ഒരു ദിവസത്തേത് മാത്രമാണ് ഒരു ബലപ്രയോഗത്തിലൂടെയുള്ള ലൈംഗിക ബന്ധം എന്ന് പറഞ്ഞാൽ അത് അവിശ്വസനീയമാണ് എന്നതാണ് കോടതി വ്യക്തമാക്കുന്നത്. കോടതി മാത്രമല്ല, നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ ഒന്നും തോന്നുന്നില്ല പ്രിയപ്പെട്ടവരെ? അല്ല, എനിക്കത് മനസ്സിലാവാത്തത്, ഒരു 6 മാസം എല്ലാ ആഴ്ചയിലും ഓക്കെ ഓരോ ദിവസവും പണിയെടുക്കുന്നു, രണ്ടുപേരും കൂടെ ചേർന്ന് നല്ല കട്ടപ്പണി എടുക്കുക. ഒരു ദിവസം മാത്രം ആ കട്ടപ്പണി എടുത്തപ്പോൾ കട്ടയൊന്നിത്തിരി തെന്നിപ്പോയി, അതിൻ്റെ പേര് കേസാ. അതും 6 മാസം, ചിലപ്പോൾ 3. ഈ 6 മാസത്തെ പണിയിൽ ചിലപ്പോൾ 3-ാം മാസമായിരിക്കും ഈ പ്രശ്നം ഉണ്ടായത്. ഈ കട്ട എന്ന് കുത്തുന്നതിൻ്റെ ഇടയ്ക്ക് കട്ട അങ്ങോട്ട് മാറി വീണുപോയി, മനസ്സിലായോ? അതെന്നിട്ട് 6 മാസം കഴിഞ്ഞ് 7-ാം മാസം 8-ാം മാസം കൊണ്ട് കേസ് കൊടുക്കുക. മറ്റേ 3-ാം മാസത്തെ 6 മാസത്തുള്ള പരിപാടിയായിരുന്നേ. അപ്പം 3-ാം മാസത്തിൽ ഇന്ന ആഴ്ച ഇന്ന ദിവസം കട്ടയൊന്നും കൊണ്ട് തെന്നിപ്പോയായിരുന്നു, അവൻ കാരണമാണ്. അല്ല, അതെന്ത് പരിപാടി എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക. അപ്പം നമുക്കൊന്നും ഒരു വില ഇല്ലേ ഇവിടെ? ആരെങ്കിലും ഒരാൾ ഇങ്ങനെ ഒരു കേസ് കൊണ്ട് കൊടുത്താൽ ഉടനെ പിടിച്ചങ്ങ് അകത്തിടുക. ഇത് മാറേണ്ട സമയം അതിക്രമിച്ചു. ഞാൻ അവൻ നല്ലവനാന്ന് വീണ്ടും ഞാൻ പറയുക, ഒരിക്കലും മാങ്കൂട്ടത്തിൽ നല്ലവനാന്ന് ഞാൻ പറയുന്നില്ല. കോഴിയാണ് എന്ന് വെച്ച് കോഴി ആയതുകൊണ്ട് എന്തു അങ്ങ് അടിച്ചേൽപ്പിച്ച് അവനെ തീർക്കാന്നാണോ? അത് ശരിയല്ല. ഇയാൾക്ക് ഇത്രയും പെൺകുട്ടികളായിട്ട് ബന്ധങ്ങളുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ചുമ്മാ സോഷ്യൽ മീഡിയയിലിട്ട് കീറിക്കോ പുള്ളിയെ, ഓക്കെ. പക്ഷെ അതിന് പകരം പുള്ളി ഇങ്ങനെ ചെയ്തു, പുള്ളി ഇവർ തമ്മിൽ ഒന്നിച്ചുണ്ടായിരുന്ന സമയത്ത് ഇയാൾ ഇങ്ങനെ ചെയ്തു, അത് തെറ്റല്ലേ, അത് മോശമല്ലേ? അപ്പൊ എന്താ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല? അയാൾ എന്താ മറ്റേ കോമയിൽ വല്ലോ ആയിരുന്നോ? കെട്ടിയിട്ട് വല്ലോ ആയിരുന്നോ? എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. ബാക്കി കേൾക്കാം. ഈ കേസ് മൊഴി വിശദമായി ഒരു ആശ്വാസകരമായ ഒരു തീരുമാനം ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന തരത്തിലേക്ക് എത്തുകയാണോ? എന്തായാലും അഭിഭാഷകരൊക്കെ തന്നെ നമുക്കറിയാം ഈ കേസുമായി 3-ാമത്തെ കേസുമായി ബന്ധപ്പെട്ട് സെക്ഷൻസ് കോടതിയിലും മജിസ്ട്രേറ്റ് കോടതിയിലും ഒക്കെ ഉണ്ടായിട്ടുള്ള വാദങ്ങൾ, അവിടെ എന്താണോ പ്രതിഭാഗത്തിന്റെ അഭിഭാഷകർ ഉയർത്തിക്കാട്ടാൻ ശ്രമിച്ചത് അത് ഈ ഉഭയകക്ഷി സമ്മതപ്രകാരമായിട്ടുള്ള കാര്യമാണ്. അത് തന്നെ ഒരു പിടിവള്ളിയായി ഹൈക്കോടതിയിലും മാറുകയാണോ രാഹുലിന് അനുകൂലമായി?
പ്രതീക്ഷ, ഇതാണ് കോടതിയുടെ നിരീക്ഷണമെങ്കിൽ ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം കിട്ടാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത് എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇപ്പോൾ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ച കേസിലാണ് ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. സർക്കാരിന് വേണ്ടി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ടി.എ. ഷാജി നേരിട്ട് വന്ന് ആ പ്രതിരോധം തീർക്കുകയാണ്. സർക്കാർ പറയുന്നത് ഈ MLA ആണ്, വലിയ സ്വാധീന ശക്തിയുള്ള ആളാണ്, ഇത് ഒരു കേസല്ല, ഇതിനുശേഷം നിരവധി കേസുകൾ സമാനമായി വന്നിരിക്കുന്നു. ഈ ഒരു സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്ത ആരോപണം നേരിടുന്ന ഒരാളാണ്. അതോടൊപ്പം തന്നെ സൈബർ ബുള്ളിയിങ്, ഈ വ്യക്തിക്കെതിരെ നിലപാടെടുത്തതിന്റെ പേരിൽ സൈബർ ബുള്ളിയിങ് നേരിട്ടതുമായി ബന്ധപ്പെട്ട് 36 കേസുകളാണ് സംസ്ഥാനത്ത് ഇതുവരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ സാധാരണ ഒരു ബലാത്സംഗ ആരോപണമായി കാണരുത്. കാരണം ഈ വ്യക്തി, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് ഒരു സ്ഥിരം കുറ്റവാളി എന്ന രീതിയിൽ വരുന്ന ഒരാളാണ്. ഇയാളെ സംബന്ധിച്ചിടത്തോളം ഒരേ സമാനമായ രീതിയിൽ 1, 2, 3 അല്ല, കൂടുതൽ പരാതികൾ വരുന്നു എന്നതാണ് സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ 1, 2, 3 അല്ല, കൂടുതൽ പരാതികൾ വരുന്നുണ്ട്. ഈ വരുന്നവരെയൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന് അറിയാമെന്ന് അയാൾ പറയുന്നുണ്ടല്ലോ. പുള്ളി, ഞാൻ പറഞ്ഞല്ലോ, ഒരു ഇച്ചിരി കോഴിയായിരുന്നു, പുള്ളിക്ക് ഇവരെയൊക്കെ അറിയാം. പുള്ളിയായിട്ട് പക്ഷെ ഇവരെ ആരെയും ഒന്നും ചെയ്തിട്ടില്ല. അവരും കൂടെയും ഇൻവോൾവ് ആയപ്പോഴാണ് പലതും നടന്നിട്ടുള്ളത്. മനസ്സിലായോ? അതെന്താണ് ഇവിടെ തിരിച്ചറിയാത്തത് മാധ്യമങ്ങളെ? നിങ്ങൾ, കോടതിക്ക് അത് മനസ്സിലാവുന്നുണ്ട്, അതാണ് കോടതി ചോദിക്കുന്നത്. പിടികിട്ടിയോ? കോടതിക്ക് അത് മനസ്സിലായി, അതുകൊണ്ടാണ് അയാൾക്ക് ജാമ്യം കൊടുക്കുന്നത്. ഇത് രണ്ടുപേരും കൂടെ ഈ പരാതിക്കാർ തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ അയാളുമായിട്ട് പോയിട്ടുണ്ടായിരുന്നു, അതിനുശേഷം ഞങ്ങൾ അയാളെ നിങ്ങളെ അയാൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെന്തിനാണ് വീണ്ടും കാണാൻ പോയത് അയാളെ? ഈ ഒരു ചോദ്യം ആരാണെങ്കിലും ചോദിക്കത്തില്ലേ? പിന്നെ പുള്ളിക്കെതിരെ പരാതി കൊടുക്കുന്നതുകൊണ്ടല്ല ഈ പരാതിക്കാർക്കെതിരെ സൈബർ അറ്റാക്ക് നടക്കുന്നത്. അവർക്കെതിരെ ജനങ്ങൾ മണ്ടന്മാരല്ല, അവർക്കെതിരെയുള്ള തെളിവുകൾ ഇപ്പൊ ലാസ്റ്റ് നമ്മൾ കണ്ടായിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ്. രാഹുലിന്റെ ഒരു സുഹൃത്ത് കുറച്ച് കണ്ടതാണല്ലോ, കൂടുതൽ ഞാൻ അതിനെപ്പറ്റി വിശദീകരിക്കുന്നില്ല. വോയിസ് ക്ലിപ്പുകളും കുറച്ച് ചാറ്റും ഒക്കെ പുറത്ത് വിട്ടത്, ഉടനെ അവനെതിരെ കേസ്, അവനെ പൂട്ടി. അതെന്ത് പരിപാടിയാടേ? ഈ പരാതി തരാൻ വരുന്നവർ അവർ ഒരു കള്ളപ്പരാതിയാണ് അവർ തരുന്നതെന്ന് പ്രൂവ് ചെയ്യാൻ ഒരു ചാൻസ് അപ്പം ഇല്ല ഇവിടെ. അപ്പൊ ആരാണ് സത്യം പറഞ്ഞ ഈര? അല്ല, എൻ്റെ ചോദ്യം, ആരാണ് ഈര? നിങ്ങൾ പറ, പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ പറ, ആരാണ് ഇവിടെ ഈര? ഒന്ന് തെളിവ് പോലും കാണിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ലോക്ക് ചെയ്തേക്കുക പുള്ളിയുടെ ഒരു സുഹൃത്തിന് മുന്നോട്ട് വന്ന് തെളിവ് കാണിക്കാൻ പറ്റുന്നില്ല, അവനെ ലോക്ക് ചെയ്യും. അല്ല, അതെന്ത് പരാതിയാ? അല്ല, എന്ത് പരിപാടിയാ? അതെന്ത് പരിപാടി? പുള്ളിക്കപ്പോൾ ഒന്നും പ്രൂവ് ചെയ്യണ്ടേ? പുള്ളി അകത്താൻ കിടന്നാൽ മതിയോ? ഇപ്പുറത്തെ ആളുകൾ പറയുന്നത് മാത്രം അങ്ങ് കോടതി വിശ്വസിച്ചാൽ മതി എന്നാണോ? കോടതിക്ക് തന്നെ അതൊരു സംശയം തോന്നി തുടങ്ങി. അതാണ് കോടതി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നത്. എന്താണ് ഈ കാണിക്കുന്നത്? ജാമ്യം എന്താ പിടി പോ. ഇനി വേറൊരു മെയിൻ സാധനമുണ്ട്, ഇതും കൂടി ഒന്ന് കേട്ടോ നിങ്ങൾ. എനിക്ക് സീരിയസ്ലി ഞാൻ ഞെട്ടിപ്പോയി. പുള്ളി എന്തോ വലിയ സെറ്റപ്പായിട്ട് കാണിക്കോ? രാഹുൽ മാങ്കൂട്ടത്തിൽ വൻ സെറ്റപ്പ്, എല്ലാവർക്കും പേടിയാ രാഹുലിനെ പേടിച്ച ആരും മുന്നോട്ട് വരാത്തത്. എന്തിനാണ് ഇവനെ പേടിക്കുന്നത്? ഇപ്പം 3 പേര് ഓൾറെഡി വന്നില്ലേ, അവർ പേടിച്ച്. അതുപോലെ തന്നെ ആൾക്കാർ വരും. ഇനി നിങ്ങൾ കൊണ്ടുവന്ന് ഇറക്കി കഴിഞ്ഞാൽ കേട്ടോ, ഇറക്കുന്ന ടീംസിനോടാ, ഇറക്കിയാൽ ഇനിയും വരും. ഇതൊന്ന് കേട്ടോണേ. അതേപോലെ തന്നെ പ്രോസിക്യൂഷൻ ശക്തമായി തന്നെ എതിർക്കുകയാണ്. സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട് 36 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. രാഹുൽ MLA എന്ന നിലയിൽ തന്നെ ഏറെ സ്വാധീനമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ പരാതി നൽകാൻ പെൺകുട്ടികൾ അല്ലെങ്കിൽ മൊഴി നൽകാൻ പെൺകുട്ടികൾക്ക് ഭയമുണ്ട്. അതുകൊണ്ട് തന്നെ മൊഴി നൽകാൻ പെൺകുട്ടികൾ തയ്യാറാകുന്നില്ല എന്നാണ് പ്രോസിക്യൂഷൻ എന്തായാലും കോടതിയെ അറിയിച്ചിരിക്കുന്നത്. രാഹുലിന് വേണ്ടി ഹാജരായത് S. രാജീവ് എന്ന അഭിഭാഷകനാണ്. നിലവിൽ ഇപ്പോൾ വാദം തുടരുകയാണ്. എന്തായാലും മൊഴി തരാനും പരാതി പറയാനും ആരും മുന്നോട്ട് വരുന്നില്ലല്ലേ? അല്ല, അപ്പൊ ആൾക്കാരെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ ഈ പരാതി പറയാനും മൊഴി കൊടുക്കാനും? അവർ പേടിച്ചിട്ടാണോ വരാത്തത്? അവരെന്താ പേടിക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിനെയാണോ പേടിക്കുന്നത്? അതോ അവർ വന്ന് പറയുന്ന മൊഴികൾ, അവർ കൊടുക്കുന്ന പരാതികൾ എന്നെങ്കിലും അവർക്ക് തന്നെ തിരിച്ചടിയാവും? ജനങ്ങൾ പൊട്ടന്മാരല്ല, ജനങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ വാടച്ചിരിക്കേണ്ട വരും. ഉത്തരവില്ലാത്ത അവസ്ഥയിൽ സൈബർ ബുള്ളിങ് എന്ന് പറയുന്ന ഒരു സ്ഥാനത്തിലേക്ക് പോകും. അത് പേടിച്ചിട്ടാണോ അവർ മൊഴിയുമായിട്ടും പരാതിയായിട്ടും ഒന്നും വരാത്തത്? ഈ പാവത്തിന്റെ ഒരു സംശയമാണ്. ഒരുത്തനെ മുന്നിൽ നിർത്തി ബാക്കി എല്ലാ ഡോറും അങ്ങ് അടയ്ക്കുക. അതാണ്. പിടികിട്ടിയോ? വേറെ ഒന്നും ചോദിക്കാൻ പാടില്ല. എന്തുണ്ടെങ്കിലും ചർച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ, അവന്റെ പിടുത്തം. ബാക്കി ഇവിടെ പിടിച്ചതും ഓടിയതും പെടുത്തതും ഒന്നും ആർക്കും അറിയണ്ട. ചോദ്യങ്ങൾ ചോദിക്കല. അയ്യോ മാറിപ്പോ. എന്താടേ ഇത്? ഇല്ല, ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.